കുറ്റബോധം തോന്നാറുണ്ടോ? എനിക്ക് തോന്നാറുണ്ട്. എന്തിനാന്നല്ലേ, ഞാൻ എന്നെ തന്നെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ, എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കിതൊക്കെ ഒന്ന് തോന്നി തുടങ്ങി. പക്ഷേ പതുക്കെ പതുക്കെ എന്തുകൊണ്ടാണ് എനിക്ക് ഈ ചിന്തകൾ വരുന്നതെന്നും ഇത്തരം ആലോചനകൾ എങ്ങനെയാണെന്ന് മാറ്റാൻ പറ്റുന്നതെന്നും ചിന്തിച്ചു തുടങ്ങി. അത്തരം കുറച്ച് ആലോചനകളാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. സോ ഇഫ് യു ആർ വാച്ചിങ് മീ, ടേക്ക് ദിസ് ആസ് എ സൈൻ ടു ഫർഗെറ്റ് എവറിത്തിങ് എൽസ് ആൻഡ് സ്റ്റാർട്ട് ലവിങ് യുവർ സെൽഫ്. വളരെ ചെറുപ്പം മുതലേ നമ്മുടെ ഫാമിലീസിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ സന്തോഷം നോക്കുക എന്നുള്ളത്. ആണായാലും പെണ്ണായാലും ഒക്കെ ഇത് കേട്ടിട്ടുണ്ടാവും, പക്ഷെ പെൺകുട്ടികളായിരിക്കും കുറച്ച് കൂടുതൽ ഇത് കേട്ടിട്ടുണ്ടാവുക. നമ്മുടെ സന്തോഷത്തേക്കാൾ ചുറ്റുമുള്ളവരെ നമ്മൾ ഹാപ്പി ആക്കുക, ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുക എന്നാണ് നമ്മളൊക്കെ കേട്ട് വളർന്നിട്ടുള്ളത്. അങ്ങനെ വളർന്ന് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ സെൽഫിഷ് ആണോ എന്നൊരു തോന്നൽ നമുക്ക് വരും. പക്ഷേ ഇതൊന്നും ചെയ്യുന്നത് സെൽഫിഷ് അല്ല, പകരം ആവശ്യമാണ് എന്ന് ചിന്തിച്ചു തുടങ്ങണം. മാത്രമല്ല, നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരെ എങ്ങനെയാണ് നമ്മൾ ഹാപ്പി ആക്കുക? രണ്ടാമത്തത്, ബുദ്ധിമുട്ടാണെന്നറിയാം, എന്നാലും എനിക്ക് വേണ്ടി ഈ കാര്യം ഒന്ന് ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് നമ്മൾ എങ്ങനെയാണ് നോ പറയുക? നമ്മുടെ ടൈമും നമ്മുടെ എനർജിയും നമ്മുടെ മെൻറ്റൽ ഹെൽത്തും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. മാത്രമല്ല, വളരെ പൊളൈറ്റായിട്ട് ആൾക്കാരോട് നോ പറയാൻ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് കാണിക്കുന്ന ഒരു ബഹുമാനം കൂടെയാണെന്ന് മനസ്സിലാവും. നോ പറയുമ്പോൾ ആദ്യത്തെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഈ നോ പറഞ്ഞതുകൊണ്ട് ഒരുപാട് സിറ്റുവേഷൻസിൽ നിന്നും, ഒരുപാട് അൺകംഫർട്ടബിൾ ആയ സിറ്റുവേഷൻസിൽ നിന്നും നമുക്ക് മാറാൻ പറ്റുന്നുണ്ടെന്നും നമ്മുടെ മെൻറ്റൽ ഹെൽത്ത് ബെറ്റർ ആകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ നോ പറയാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ നമ്മുടെ ജോലി സ്ട്രെസ്ഫുൾ ആകുമ്പോഴോ, അല്ലെങ്കിൽ ചില കമ്മിറ്റ്മെൻറ്റ്സ്, ഏറ്റെടുത്ത ചില കമ്മിറ്റ്മെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോഴോ നമുക്കൊരു ബ്രേക്ക് എടുക്കണമെന്ന് തോന്നും. പക്ഷേ ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെപ്പറ്റി ഒരു തോന്നലുണ്ടാവും, അയ്യോ ഞാൻ റെസ്പോൺസിബിൾ അല്ലാത്തതുകൊണ്ടാണോ, എനിക്കൊരു ഉത്തരവാദിത്ത ബോധം ഇല്ലാത്തതുകൊണ്ടാണോ എന്നൊക്കെ ഉള്ളൊരു ചിന്തകൾ വന്നു തുടങ്ങും. പക്ഷെ അങ്ങനെ ചിന്തിക്കാതെ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങുക. ഒരു ബ്രേക്ക് എടുത്തു കഴിയുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആകാൻ പറ്റും എന്ന് ഒന്ന് മാറി ചിന്തിച്ച് നോക്ക്. ഈ ഗിൽറ്റൊക്കെ അങ്ങ് മാറിക്കോളും. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഈ സെൽഫ് കെയർ ഒക്കെ ഒത്തിരി പൈസയും സൗകര്യവും സമയമൊക്കെ ഉള്ളവർക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെ ഒരു ലക്ഷറി ആയിട്ട് കരുതുന്നവരുണ്ട്. പക്ഷെ തിരിച്ചാണ്, സെൽഫ് കെയർ ഒരു ലക്ഷറി അല്ല. നമ്മുടെ ഹെൽത്തും നമ്മുടെ ബോഡിയും ഒക്കെ നീറ്റായിട്ട് ടേക്ക് കെയർ ചെയ്യണമെന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ ഇതിനെ ഒരു ലക്ഷറി ആയിട്ട് കാണാതെ ഒരു സെൽഫ് കെയറും ഒരു ഫോം ഓഫ് സെൽഫ് ലവ് ആയിട്ട് കണ്ട് തിരിച്ച് ചിന്തിച്ച് നോക്ക്. അപ്പോഴും ഈ ഗിൽറ്റൊക്കെ ഒന്ന് മാറും. നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം എന്നുള്ളൊരു കാര്യം നമ്മളിപ്പോൾ ഒരുപാട് കേൾക്കുന്നതാണ്. പക്ഷേ ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്നും, ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ എന്താണ്, അതൊക്കെ എങ്ങനെയാണെന്ന് പോസിറ്റീവ് ആക്കാൻ പറ്റുന്നത് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാലേ ഇതൊക്കെ നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്റ്റേ മോട്ടിവേറ്റഡ് ആൻഡ് സ്റ്റേ അവേ ഫ്രം ഗിൽറ്റ്.